നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക, എല്ലാ സന്തോഷങ്ങളിലും പങ്കുചേരുക, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമായിരിക്കുക. കുറച്ചു കാലം മുൻപ് വരെ യുവാക്കളുടെ ജീവിത രീതിയായിരുന്നു ഇത്. ഇതിനെയാണ് ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവർ അനുഭവിക്കുന്ന നിമിഷങ്ങൾ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം പലരെയും എല്ലാ പരിപാടികളിലേക്കും ഓടിച്ചെത്തിക്കുകയും ഓൺലൈനിൽ സ്ഥിരമായി സാന്നിധ്യം അറിയിക്കുവാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. എന്നാൽ 2026 എത്തി നിൽക്കുമ്പോൾ ഈ പ്രവണതയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് കണ്ടു തുടങ്ങുന്നത്. അനാവശ്യമായ തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നുമൊക്കെ ബോധപൂർവം മാറി നിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന മനഃശാന്തിയാണ് പുതിയ തലമുറ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ജോമോ അഥവാ ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ടാകണമെന്ന നിർബന്ധബോധമൊക്കെ ഉപേക്ഷിച്ച സ്വന്തം മാനസികാരോഗ്യത്തിനും സ്വകാര്യതയ്ക്കും മുൻഗണന നൽകുന്ന സമീപനമാണിത്. ഡിജിറ്റൽ ലോകത്തിലെ അമിത സാന്നിധ്യവും നിരന്തരമായ താരതമ്യങ്ങളും പലരിലും അപകർഷതാബോധവും മാനസിക സമ്മർദ്ദവും സൃഷ്ടിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ തിളക്കമാർന്ന നിമിഷങ്ങളെ സ്വന്തം ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് സന്തോഷക്കുറവിനും അനാവശ്യമായ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കും വഴിവെക്കുന്നു. ഇതിന് വിപരീതമായി ജോമോ വിശ്രമത്തിനും സ്വയം പരിചരണത്തിനും പ്രാധാന്യം നൽകുന്നു. ഒന്നിനു പിന്നാലെയും പായാതെ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുകയോ പ്രകൃതിയോട് ചേർന്ന് കുറച്ചു സമയം ചിലവഴിക്കുകയോ അതുമല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ശാന്തമായി ഇരിക്കുകയോ ചെയ്യുന്നത് പരാജയമല്ല, അത് ആത്മസംരക്ഷണമാണ് എന്ന തിരിച്ചറിവാണ് വളർന്നു വരുന്നത്. യാത്രാരീതികളിലും ഈ മാറ്റങ്ങൾ പ്രകടമാണ്. കുറച്ചു സമയത്തിനുള്ളിൽ പരമാവധി സ്ഥലങ്ങൾ കണ്ടു തീർക്കുന്നതിനു പകരം ഒരിടത്ത് കൂടുതൽ സമയം ചിലവഴിച്ച് ആ പ്രദേശത്തെ അനുഭവിച്ച് മനസ്സിലാക്കുവാനാണ് ആളുകൾ ഇന്ന് താല്പര്യപ്പെടുന്നത്. തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കാൾ ശാന്തമായ ഇടങ്ങളാണ് ഇന്ന് പലരും തേടുന്നതും. അലാറമില്ലാതെ ഉണരുകയും ഫോൺ മാറ്റിവെച്ച് പ്രകൃതിയുമായി സംവദിക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ ആഡംബരമായി മാറിയിരിക്കുന്നു. ഒന്നും ചെയ്യാതിരിക്കുക എന്നത് ഉൽപാദനക്ഷമതയുടെ അഭാവമല്ല, മറിച്ച് മനസ്സിനെ വീണ്ടെടുക്കുവാനുള്ള വഴിയാണെന്ന് തിരിച്ചറിയുന്നതിലൂടെ ഒരു വലിയ സാംസ്കാരിക മാറ്റത്തിനാണ് ജെൻസി തുടക്കമിട്ടിരിക്കുന്നത്. ലോകത്തെ ബോധിപ്പിക്കുവാൻ വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ സ്വന്തം മനസ്സിന്റെ വ്യക്തതയ്ക്കും സമാധാനത്തിനുമാണ് ഇപ്പോൾ മുൻഗണന.